അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റേഷ്യൂസിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കിയായിരുന്നു. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ കുറച്ചുകൂടെ ഹയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ നോക്കാനായിട്ട് പോകുന്നു. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഫ് 5x plus 2y is to 10x plus 3y equal to 5 is to 9 ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്കറിയാം ഇതുപോലെയുള്ള ചോദ്യങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ഈസ് ടു വൈ എന്ന് പറയുന്ന ഫോം കണ്ടെത്തണം. അതായത് എക്സ് ഈസ് ടു വൈയുടെ വാല്യൂ എത്രയായിരിക്കും അത് കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, എക്സിനും വൈക്കും ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ പാർട്ട് വീഡിയോയിൽ കണ്ടതാണ്. സോ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, എക്സ് ഈസ് ടു വൈ എന്ന ആ ഒരു ഫോമിൽ എത്തിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതൊന്ന് ആദ്യം സോൾവ് ചെയ്യാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതാം, 5x plus 2y. ഈ ഈസ് ടുവിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഡിവിഷൻ ആക്കും. അപ്പോൾ 10x plus 3y എന്ന് വരും. ഇത് ഈക്വൽ ടു 5/9 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇത് ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു ടൈമിൽ 45x plus 9 into 2 18y equal to 10 into 5 50x plus 3 into 5 15y. സോ നമുക്കിനി എക്സ് എല്ലാം ഒരു സൈഡിലും വൈ എല്ലാം മറു സൈഡിൽ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ 15y അപ്പുറത്ത് കൊണ്ടുവരികയാണ്. 45x കൊണ്ടുവന്നു കഴിഞ്ഞാൽ 18y ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 18y മൈനസ് 15y ഈക്വൽ ടു 50x മൈനസ് 45x എന്ന് വരും. അപ്പോൾ ഇനി ഇതിൽ 18 നിന്ന് 15 കുറച്ചാൽ 3y, 3y ഈക്വൽ ടു 50 നിന്ന് 45 കുറച്ചാൽ 5 എന്ന് ഉത്തരം വരും. സോ ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഈസ് ടു വൈ അഥവാ എക്സ് ബൈ വൈ എന്ന് പറയുന്ന ഫോമുല എത്തിക്കേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വൈ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഇവിടെ നിന്ന് എക്സ് 5 എന്ത് ചെയ്യണം, ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിനെ 3/5 ഈക്വൽ ടു എക്സ് ബൈ വൈ എന്ന് കിട്ടും. അതായത് നമുക്ക് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കിട്ടിയ 3 അല്ലേ, എക്സിൻ്റെ സ്ഥാനത്ത് 3യും വൈയുടെ സ്ഥാനത്ത് 5 കിട്ടിയ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഇതേ ക്വസ്റ്റ്യൻ്റെ അടുത്ത പാർട്ട്, അതായത് ഇതിന് എന്ത് ചെയ്താൽ മതി, എക്സിൻ്റെ സ്ഥാനത്ത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ആൻസർ ആവും. സോ അതുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ സോ ഓക്കെ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇനി അടുത്തെന്താ ചെയ്യാനുള്ള, അപ്പോൾ 2x² ആണ്. അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ 3², 3യുടെ സ്ക്വയർ 9 ആണ്, പ്ലസ് 3 ഇൻറ്റു y², വൈയുടെ സ്ഥാനത്ത് 5 ആണ്. അപ്പോൾ 5² 25 ദ ഹോൾ ഡിവൈഡ് ബൈ 4x² ആണ്. 4 ഇൻറ്റു x² 9 ആണ്, പ്ലസ് 9 ഇൻറ്റു y² ആണ്. y² എന്താ 25 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഫർദർ സിംപ്ലിഫൈ, ഞാൻ ഈ പറഞ്ഞ സാധനത്തിൽ എക്സിന് വൈക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇങ്ങനെ എത്തിച്ചു. അപ്പോൾ 9 ഇൻറ്റു 2 എന്താ 18 വരുന്നത്, 18 പ്ലസ് 3 75 ദ ഹോൾ ഡിവൈഡ് ബൈ 36 പ്ലസ് 9 ഇൻറ്റു 25 180 45, അതായത് 225. അപ്പോൾ ഇനി ഇതിൽ കൂട്ടണം 18ഉം 70, അതിൽ 70ഉം 18ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 88, 85ഉം 93 വരുന്നത്. 93 ദ ഹോൾ ഡിവൈഡ് ബൈ 225 250 അല്ലല്ല 250 ആവും, 255ഉം പിന്നെ ഒരു 6 കൂടെ, അപ്പോൾ 261 വരുന്നത്. യെസ്, ഇത് എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, 9 + 3 12 വരും. 3 കൊണ്ട് കട്ട് ചെയ്ത് പോവും. അപ്പോൾ ഇത് 31 എന്ന് വരും. ഇത് എത്ര വരുന്നത്, 26 8 24 എന്ന് വരും. ഓക്കെ, 21 7 87, അതായത് 3/87 എന്ന റേഷ്യോ ഡിവിഷനിൽ വരും. നമ്മൾ ഇതിനെ റേഷ്യോയിലാക്കുമ്പോൾ 31:87 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷനിലുണ്ടോ നോക്കാം. 31:87, അതായത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഷ്യോ ഈസ് ദ സ്മോളസ്റ്റ്. ഈ തന്നിരിക്കുന്ന റേഷ്യോയിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ റേഷ്യോയിൽ എഴുതിയ സാധനത്തിന് എന്ത് ചെയ്യുന്നു, വീണ്ടും ഫ്രാക്ഷൻ ആക്കി എഴുതും. 3/4
1/2, 2/5, പിന്നെ 1/3 എന്ന് എഴുതുന്നു. സോ നമുക്ക് ഒരു ഫ്രാക്ഷൻ എപ്പോഴാണ് വലുതാണ് ചെറുതാണെന്ന് പറയാൻ പറ്റുന്നത്? അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഡിനോമിനേറ്റേഴ്സ് എന്ത് ചെയ്യണം? സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് ന്യൂമറേറ്റർ വലുതായിട്ടുള്ളത് വലുതും അല്ലെങ്കിൽ ന്യൂമറേറ്റർ ചെറുതായിട്ടുള്ളത് ചെറുതും, അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഇതിന്റെ എല്ലാം LCM എടുക്കണം. 4ന്റെ ആ LCM ഇങ്ങനെയാണ് എടുക്കുന്നത്. 4, 2, 5, 3. LCM എടുക്കുന്ന സമയത്ത് 2 വരും, ഇത് 2 ആവും, ഇത് 1 ആവും, 5, 3, ഇത് 2, ഇത് 1, ഇത് 1, ഇത് 5, 3. പിന്നെ ഇത് പരസ്പരം ഇതേ മൾട്ടിപ്ലൈ ചെയ്ത് വരിക. അപ്പോൾ 4 × 5 20, 20 × 3 60. അതായത് ഇവിടെ LCM ആയിട്ട് നമുക്ക് കിട്ടുന്നത് 60 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 60 മീൻസ് LCM 60 മീൻസ് നമുക്ക് എന്ത് ചെയ്യണം? ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് സാധനവും, അതായത് ഡിനോമിനേറ്റർ 60 വരത്തക്ക രീതിയിൽ വേണം ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്റർ 60 വരണമെങ്കിൽ 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3/4ൽ 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60 വരും? അതായത് 15 അല്ലേ? 15. അപ്പോൾ മുകളിൽ എന്ത് ചെയ്യുക? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മുകളിൽ 45 വരും, താഴെ എന്ത് വരും? 45/60. ഇതുപോലെ ഇവിടെയും ചെയ്യുക. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 60? ഇവിടെ 30. ഓക്കെ, 1/2 ഇൻറ്റു മുകളിൽ 30 ചെയ്യുക, താഴെയും 30 ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ 30/60 എന്ന് വരും. 30/60. ഓക്കെ, 30/60. ഇനി അടുത്തിന് എന്താ ബാക്കിയുള്ള ഇവിടെ എഴുതാം. 2/5 ഇൻറ്റു 1 താഴെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60 ആവും. അപ്പോൾ 24/60 എന്ന് വരും. ഇനി ബാക്കി 1/3. 1/3യുടെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 20 മൾട്ടിപ്ലൈ. ഓക്കെ, 20/20 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? 20/60 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻസ് ഞാനൊന്ന് ഹെഡിങ് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുതിയ ഫ്രാക്ഷൻ ഇതാണ്. ഓക്കെ, ഇനി ഇതിലേതാണ് വലുത് ചെറുതെന്ന് അങ്ങനെ കണ്ടുപിടിക്കും. ഡിനോമിനേറ്റർ സെയിം ആണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ ഏറ്റവും ചെറുത് ഏതാണോ ആ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും ചെറുത്. ഇവിടെ കണ്ടിട്ട് നമുക്ക് ഈ 20 എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറുതായിട്ട് വന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ 1/3 ആണ്. അതായത് 1:3 ആണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ വാല്യൂ. അതായത് ഓപ്ഷൻ നമ്പർ എ. ഓക്കെ, ഞാനിതിൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പിന്നെ അത്രയും കൺസെപ്റ്റ് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും ടൈം എടുത്തത്. കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൈമൊന്നും എടുക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ചെയ്ത് പോകണം. സോ അതിന് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If A is to B equal to 2:3, B is to C equal to 6:8, find A is to B is to C. സോ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് എയും ബിയും റിലേഷൻ തന്നിട്ടുണ്ട്, അടുത്ത് ബിയും സിയും റിലേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A is to B is to C. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട്, ഫില്ലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അതായത് നിങ്ങൾ ഇതുപോലെ ABC എന്ന് എഴുതുക. എയ്ക്ക് ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. എയുടെ സ്ഥാനത്ത് 2 ആണ്, ബിയുടെ സ്ഥാനത്ത് 3 ആണ്. ഓക്കെ, അടുത്തത് ഇതിൽ സിയുടെ കാര്യം മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുക? ഒരു ബ്ലാങ്ക് ഇടുക. ഓക്കെ, അടുത്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ച്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എ ഇല്ല, ബിയും സിയും ആണുള്ളത്. അപ്പോൾ ബിയുടെ വാല്യൂ 6 ആണ്, സിയുടെ വാല്യൂ 8 ആണ്. ഇല്ലാത്ത സ്ഥാനത്ത് ബ്ലാങ്ക് ഇടുക. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലാങ്ക് ഫില്ല് ചെയ്യണം. അതെന്ത് ചെയ്യണം? ഈ ബ്ലാങ്കിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഒരു സംഖ്യ കൊണ്ട് ഇവിടെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 വരും. അതേപോലെ തന്നെ ഇവിടെ എന്താ? ബ്ലാങ്കിന് തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ ഏതാ? 6 ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഫില്ല് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് വരും? 6 വരും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പരസ്പരം എന്ത് ചെയ്യുക? താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇങ്ങനെ വെർട്ടിക്കലി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 6 × 2 12 എന്ന് ഉത്തരം കിട്ടും. ഇവിടെ 6 × 3 18 എന്ന് വരും. അടുത്ത് 8 × 3 24 എന്ന് വരും. ഓക്കെ, അപ്പോൾ എപ്പോഴും റേഷ്യോ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതണം. അപ്പോൾ ഇത് പരസ്പരം എന്ത് ചെയ്യും? എല്ലാം 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പം 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2:3:4 എന്ന് ഉത്തരം കിട്ടും. അതായത് ഇതാണ് ഇതിന്റെ ഉത്തരം. അതായത് 2:3:4 ഓപ്ഷൻ ബി ആണ്. സോ അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് അതുപോലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. A is to B, C is to B തന്നിട്ടുണ്ട്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A/B/A/B/C ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്കായിട്ട് ചെയ്തിട്ട് ഉത്തരം കമന്റ് ചെയ്തിരുന്നതാണ്. ഇത് 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ഇവിടെ പറയുന്നത് ഇഫ് 3x = 5y = 4z, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡിന്റെ വാല്യൂ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉണ്ട്. എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡിന്റെ വാല്യൂ ചോദിച്ചിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, എക്സും വൈ ഇസഡ് ഇതുപോലെ എഴുതുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതുക. ഓക്കെ, 3x 5y അത് 4z ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ്. സോ ഇത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്കിപ്പോൾ എക്സ് ആണ് അറിയാണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുക, മറച്ചു വെക്കുക. അതായത് ഇത്തരത്തിൽ മറച്ചു വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 5y-യുടെയും 4x-ന്റെയും 4z-ന്റെയും ആ ഒരു കോയഫിഷ്യന്റ്, വൈയുടെ കൂടെ കിടക്കുന്ന ആ ഒരു സാധനവും ഇസഡിന്റെ കൂടെ കിടക്കുന്ന ആ ഒരു സാധനം തന്നെയാണ് കോയഫിഷ്യന്റ് എന്ന് പറയുന്നത്. വൈയുടെ കോയഫിഷ്യന്റും ഇസഡിന്റെ കോയഫിഷ്യന്റും പരസ്പരം എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 5 × 4 20 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സിന്റെ ആ ഒരു പാർട്ട് എത്രയാണെന്നുള്ളത് കിട്ടും. ഇനി അടുത്ത് വൈയുടെ ആ ഒരു പാർട്ട് അല്ലെങ്കിൽ വൈയുടെ ആ ഒരു റേഷ്യോ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ വൈ എന്ത് ചെയ്യുക, മറച്ചു വെക്കുക. വൈ മറച്ചു വെച്ചിട്ട് ഈ എക്സിനോടൊപ്പം കിടക്കുന്ന എക്സിന്റെ കോയഫിഷ്യന്റ് എത്ര ആ 3യും എന്ത് ചെയ്യുക, ഇസഡിന്റെ കോയഫിഷ്യന്റ് 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 12 എന്ന് കിട്ടും, അതിവിടെ എഴുതുക. അതിനുശേഷം ഇനി ഇസഡിന്റെ ആണ് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരെ ചെയ്തതുപോലെ ഇസഡ് എന്ത് ചെയ്യുക, മറച്ചു വെക്കുക. എന്നിട്ട് എക്സിന്റെ കോയഫിഷ്യന്റും വൈയുടെ കോയഫിഷ്യന്റും പരസ്പരം എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 15 എന്ന് ഉത്തരം വരും. അതാണ് ഇവിടെ എഴുതാൻ. കോമൺ മൾട്ടിപ്പിൾ ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി. ഓക്കെ, 20:12:15 സിമ്പിൾ ആയിട്ട് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, എ സം ഓഫ് x rupees is divided among A, B, C such that the ratios of the shares are A, B യുടെ ratio 7:12 and B and C, B and C യുടെ 8:5. The difference between A and C is 214 and the value of x is. So okay, അപ്പോൾ നമുക്ക് കുറച്ച് നേരം ചെയ്ത പോലെ തന്നെ ഇവിടെ എയും ബിയും സിയുടെയും കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, അവസാനം കിട്ടുന്ന വാല്യൂ. സോ ആദ്യം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എയുടെയും ബിയുടെയും സിയുടെയും ഷെയർസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം, നമ്മുടെ ഫില്ലിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്യണം. സോ ആദ്യം 7ഉം 12ഉം തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഗ്യാപ്പിൽ വരുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, തൊട്ടടുത്തത് കൊണ്ട് ഫില്ല് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും, 12 തന്നെ കിട്ടും. അത് ഞാൻ ഫില്ല് ചെയ്തു. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിൽ 8ഉം 15ഉം കിട്ടി. അത് ബിയുടെയും സിയുടെയും വരും. 15 5. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 8നെ ഫില്ല് ചെയ്യണം. ആ 8നെ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് എന്ത് ചെയ്യണം, പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 56 താഴേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ താഴേക്ക് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 56:12 × 8 ആണ് ചോദിച്ചിട്ടുള്ളത്. 12 × 8 96 എന്ന് വരും. അടുത്ത് 12 × 5 60 എന്ന് വരും. അപ്പോൾ അതാണ് അവരുടെ റേഷ്യോ. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഫോം ആക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിനും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് 28:48:30 എന്ന് ഉത്തരം വരും. ഇനി വീണ്ടും ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ 28 14 ആവും, ഇത് 24 ആവും, 30 എന്ന് പറയുന്നത് 15 ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിംപ്ലിഫൈഡ്, നമ്മുടെ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ച് നിങ്ങൾ, എയുടെയും സിയുടെയും റേഷ്യോവിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 214 എന്നാണ് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ സി, ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോന്റെയും ഡിഫറൻസ്, അതായത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 214 കിട്ടും. അതായത് 15 നിന്ന് 14 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഒരു പാർട്ടായില്ലേ, ഒരു പാർട്ട് ഈക്വൽ ടു 214 എന്നാ വന്നിട്ടുള്ളേ. ഓക്കെ, എന്നോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എക്സിന്റെ വാല്യൂ. എക്സ് എന്താ, ടോട്ടൽ വാല്യൂ ആണ്. എ സം ഓഫ് എക്സ് റുപ്പീസ്, അതായത് ഇവരുടെ എല്ലാവരുടെ ഷെയർ. അതായത് ഒരു ടോട്ടൽ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിലെ 14 പാർട്ടാണ് ആർക്ക് പോകുന്നത്, എയ്ക്കും. അടുത്ത 24 പാർട്ട് ബിക്കും. അടുത്ത 15 പാർട്ട് സിക്കും പോകുന്നു. ഓക്കെ, അപ്പൊ മൊത്തം ഈ ടോട്ടലിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അത് കണ്ടുപിടിക്കാൻ ഇതാണ് എൻ്റെ ആ ഒരു റേഷ്യോയുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. 14ഉം 24ഉം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടും, 34 38, 38ഉം 10ഉം 48, 48ഉം 5ഉം 54 എന്ന ഉത്തരം കിട്ടും.
അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 54 എന്ന് വരും. അപ്പോൾ ഒരു പാർട്ടിന്റെ വാല്യൂ 214 അങ്ങനെയാണെങ്കിൽ 54 പാർട്ടിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 54 ഗുണം 214 എന്ന് ചെയ്യാം. ഇനി നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് നമ്മളെപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയല്ലേ മൾട്ടിപ്ലൈ ചെയ്യും? 214നെ 54 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 4നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 16 വരും. ഒന്ന് ഇഷ്ടം നമ്മൾ ഇങ്ങനെ 6 എഴുതുന്നത്. അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കി, ഈ ഒരു ഡിജിറ്റ് എപ്പോഴും അവസാനം അവിടെ തന്നെ നിലനിൽക്കില്ല. ഇനി അടുത്ത ഡിജിറ്റ് നമ്മൾ ഇവിടെ അല്ലേ എഴുതും. അതായത് ഈ 5 കൊണ്ട് 20 5 4 20 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 0 ഇവിടെ അല്ലേ എഴുതത്തുള്ളൂ. അപ്പൊ ഈ 6 നമ്മൾ കൂട്ടി എഴുതുമ്പോൾ അവസാനം തന്നെ വരും. അപ്പൊ ഇവിടെ 6 ഇവിടെ 6 ഇവിടെ 6 പക്ഷെ ഇവിടെ 6 അപ്പോൾ ഇതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം മൊത്തം ചെയ്ത് സമയം കളയേണ്ടുന്ന ആവശ്യമില്ല. നമുക്ക് സെലക്ഷനാണ് വേണ്ടത്, അല്ലാതെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല നമ്മുടെ കൺസേൺ. എത്രയും വേഗത്തിൽ മറ്റുള്ളവരെ കാട്ടിലും പെട്ടെന്ന് ആൻസർ ചെയ്യാനുള്ള ട്രിക്ക് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾ ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓക്കെ ആണ്. ഇനിയും കുറച്ചുകൂടി ഇതിന്റെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാം. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ഇവിടെ തന്നെ നിർത്തുകയാണ്. സോ താങ്ക് യു ആൾ.